ഈ സ്ത്രീകൾ നമ്മളോട് വിഷയങ്ങൾ പറയുന്നത് ഒരു പരിഹാരത്തിന് വേണ്ടി അല്ല. ശരിക്കും അവരൊരു ഷെയറിംഗ് ആണ്. അവർക്കൊരു വിഷമവും ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അതൊക്കെ ഒന്ന് കേൾക്കാൻ ഒരാളുണ്ടായാൽ അവരെല്ലാ വിഷമങ്ങളും മാറും. അപ്പോൾ അതിന് സമയം കാണാത്ത പുരുഷന്മാർ ദാമ്പത്യ ജീവിതത്തിൽ പരാജിതരാണ്. അത് വളരെ പ്രശ്നമാണ്. എപ്പോഴാണോ പരസ്പരമുള്ള ആശയവിനിമയങ്ങൾ വിശാലമായി നിർവഹിക്കാൻ പറ്റാതെ വരുന്നത്, അവിടെ ആ ബന്ധങ്ങൾ തകരാറായി വന്നുകൊണ്ടിരിക്കുന്നതാണ്. പ്രത്യേകിച്ച് പുരുഷന്മാർ ശ്രദ്ധിക്കേണ്ട കാര്യമാണെന്ത്, സ്ത്രീകൾ പറയുന്നതെല്ലാം വളരെ വിശാലമായി കേൾക്കാൻ സമയം കണ്ടെത്തണം. പല പുരുഷന്മാരും വിചാരിക്കുന്നത് ഈ വന്ന് പറയുന്നതിനൊക്കെ ഞാനൊരു സൊല്യൂഷന് വേണ്ടിയാണ് പറയുന്നത് എന്നാണ്. അതുകൊണ്ട് ചില ആളുകൾ എന്ത് ചെയ്യും, ഓർക്ക് സൊല്യൂഷൻ ഇല്ലാത്തതെന്ന് വിചാരിച്ചു. ഇപ്പോൾ നമുക്കൊരു സ്വന്തമായ ഒരു വീട് വേണം, നമുക്ക് സൗകര്യമാവെന്ന് പറയുമ്പോൾ അങ്ങനെ അതൊരു സ്വപ്നം പറയണം, കേട്ടാൽ മതി. നേരെ മറിച്ച് അയാൾക്ക് വീടുണ്ടാക്കാനൊരു അവസ്ഥ ഇപ്പം അല്ലെങ്കിൽ എവിടെ ഞാൻ വീടുണ്ടാക്കണം, എൻ്റെ പൈസ എന്ന് പറയുമ്പോൾ അവിടെ ഒരു പ്രശ്നത്തിലേക്ക് പോവുകയാണ്. ഒരു പരിഹാരത്തിനല്ലത് പറയുന്നത്, ഒരാഗ്രഹം നമ്മളോട് പറയാം, നമ്മളോടാണല്ലോ പറയേണ്ടത്. പറയുന്നതെല്ലാം കേൾക്കാൻ തയ്യാറാവുക എന്നുള്ളത് വളരെ പ്രധാനമാണ്.